അവളോട് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉമ്മ എന്തെങ്കിലും അലമ്പിന് വന്നാ നീ മിണ്ടല്ലേ സമാധാനമായിട്ട് മാറി നിൽക്കുന്നു. എന്ത് ചെയ്താ പറഞ്ഞ അനുസരിക്കൂലെന്നേ. അവര് പറയണേലും 2 കൂട്ടി ഇവള് പറയും. പിന്നെ എപ്പോഴെങ്കിലും തലക്കോളി ഉണ്ടാവോ? അതിന്റെ ഉമ്മാക്കൊന്നും ഉണ്ടായിരുന്നൂടെ? അത് മിണ്ടാതിരിക്കൂലെന്ന്. അവര് പഴയ ആളുകളല്ലേ, ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഇവളോട് പലവട്ടം സമാധാനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തേലും വഴക്കുണ്ടായി ഞാൻ ഉമ്മയുടെ കൂടെ നിൽക്കണ പോലെ കാണിക്കും. അത് നമ്പറാണ്, നീ ഞങ്ങൾ സഹിക്കാം. അവര് ഇനി അധികം കാലമൊന്നുമില്ലല്ലോ കനക, നമ്മളൊന്ന് സന്തോഷിപ്പിക്കണ്ടേ. ഈ വാപ്പ മരിച്ചു പോയിട്ടുമൊക്കെ നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. അതിന്റെ ഒരു സ്നേഹമാണ്. ഇത് പറഞ്ഞ ഇവൾക്ക് ഒട്ടും മനസ്സിലാവൂലെന്ന്. കല്യാണം കഴിക്കണ്ടെന്ന് തോന്നിപ്പോണേന്ന്. എന്തൊരു സന്തോഷമായിരുന്നു അറിയാമോ. എനിക്കൊരു 10-26 വയസ്സ് വരെ കൂട്ടുകാരായിട്ട് കൂടാ, സിനിമക്ക് പോകാ, പാട്ട് പാടാ, എപ്പോ വന്നി എപ്പോ പോണെന്ന് ഒരാളോടും പറയണ്ട. ഇതിങ്ങാട് കഴിഞ്ഞ പിന്നെ എന്റെ കനക 6 മണിയാകുമ്പോ വിളിക്കും, എവിടെ എത്തി, ഇങ്ങാട് പോയാ. നമ്മൾ ഈ പോസ്റ്റിലും ഒക്കെ കയറി നെഞ്ചു വരെ ഞങ്ങള് ചെല്ലുമ്പോ ഇവള് പറയേ, ഇക്കാക്ക് റൊമാൻസ് പോരെന്ന്. ഞാൻ ഈ വെയിലും കൊണ്ടുപോയിട്ട് എന്ത് റൊമാൻസ് കാണിക്കാനാണ്? ഇവളീ ടിവിയും കണ്ടിരുന്ന സീരിയലും സിനിമയൊക്കെ അല്ലേ കാണണ. അതിൽ ഈ ചോക്ലേറ്റ് പിള്ളേര് കാണിക്കണ പോലെ നമ്മ കാണിക്കണമെന്നാണ് ഇവരുടെ മനസ്സിൽ. നമ്മളെ കൊണ്ട് പറ്റും. ഇവിടെ ഈ കണ്ണി കണ്ടവരുടെ വായിലിരിക്കണ കേൾക്കണം, ഏയുടെ തെറി കേൾക്കണം, വെയില് കൊള്ളണം. കല്യാണം ഇനി അടുത്ത ജന്മം ഉണ്ടെങ്കിൽ ഉണ്ടല്ല ഈ പരിപാടിക്കാൻ നിൽക്കൂല. അതെ.